ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, Q&B ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ്. നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ടുകൾ, അതായത് എന്തെങ്കിലും ഒരു ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഈ വേദന അല്ലെങ്കിൽ സ്വെല്ലിംഗ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന അല്ലെങ്കിൽ അത്തരം നീർക്കെട്ടുകളെയാണ് ഈ ഹെമറോയിഡ്സ് അഥവാ പൈൽസ് അല്ലെങ്കിൽ മൂലക്കുരു എന്നൊക്കെ പറയുന്നത്. അതായത് രക്തക്കുഴലിൽ ഉണ്ടാവുന്ന ഒരു നീർക്കെട്ട് അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് അല്ലെങ്കിൽ ഡയലറ്റേഷൻ ഓഫ് ബ്ലഡ് വെസൽസിനെയാണ് ഈ ഹെമറോയിഡ്സ് എന്ന് പറയപ്പെടുന്നത്. അതിപ്പോൾ ആനസ് റീജിയനിലായതുകൊണ്ട് അതിനെ ഹെമറോയിഡ്സ് എന്ന് പേരിട്ട് വിളിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ കാലുകളിലാവട്ടെ അല്ലെങ്കിൽ കാലുകളുടെ താഴത്തോട്ടോ അല്ലെങ്കിൽ കാഫ് മസിൽസിൻ്റെ ആ ഒരു റീജിയനിലൊക്കെ ഇത്തരം നീർക്കെട്ട് അല്ലെങ്കിൽ വെയിൻസ് ഒക്കെ ഡയലേറ്റഡ് ആയി നിൽക്കുകയാണെങ്കിൽ അതിനെ വെരിക്കോസ് വെയിൻ എന്ന് പറയപ്പെടുന്നു. ഇപ്പോൾ പുരുഷന്മാരിൽ നോക്കുകയാണെങ്കിൽ അവർക്ക് സ്ക്രോട്ടത്തിൽ ഇതേപോലെ വെസൽസ് ഇങ്ങനെ ഡയലേറ്റ് ചെയ്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സിരകളൊക്കെ ഇങ്ങനെ വീർത്തിരിക്കുകയാണെങ്കിൽ അതിന് വെരിക്കോസീൽ എന്ന് പറയപ്പെടുന്നു. ഇനിയിപ്പോൾ നമ്മുടെ മൂക്കിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നതാണെങ്കിൽ അല്ലെങ്കിൽ മൂക്കിലുണ്ടാവുന്ന എക്സ്ട്രാ ഒരു ഗ്രോത്തിനെയാണ് നേസൽ പോളിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്തെത്തുമ്പോഴും ഓരോ പേരുകളായിട്ട് അറിയപ്പെടുന്നതേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ഒരു പെത്തോളജി എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് സിമിലർ ആണ്. അതിൻ്റെ ഒരു റീസൺ എന്ന് നോക്കുമ്പം ഇൻഫ്ലമേഷൻ ഇൻ ദ ബ്ലഡ് വെസൽസ് അല്ലെങ്കിൽ ഡയലറ്റേഷൻസ് ഓഫ് ബ്ലഡ് വെസൽസിനെയാണ് ഈ ഒരു ഓൾ ടുഗദറിനെ തന്നെ നമ്മൾക്ക് ഈ ഒരു ഹെമറോയിഡ്സ് എന്ന് പറയപ്പെടുന്നത്. അത് ആനസ് റീജിയൻ ആയതുകൊണ്ട് തന്നെ അതിനെ ഹെമറോയിഡ്സ് എന്ന് പറയപ്പെടുന്നു. ഈ ഹെമറോയിഡ്സ് എന്ന് പറയുമ്പോൾ പല ഗ്രേഡുകളുണ്ട്. ഗ്രേഡ് 1, 2, 3, 4 അങ്ങനെ പല ഗ്രേഡുകളാക്കിയിട്ടായിരിക്കും നമുക്കത് തരംതിരിച്ചിട്ടുണ്ടാവുക. നമ്മളൊരു അൾട്രാസോണോഗ്രഫി ഒക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എക്സാമിൻ ചെയ്യുമ്പോഴാണ് അത് ഏത് ഗ്രേഡ് ആണെന്ന് മനസ്സിലാക്കുന്നത്. ഈ ഹെമറോയിഡ്സ് തന്നെ 2 ടൈപ്സ് ആയിട്ടുണ്ട്. ഇൻറ്റേർണൽ ഹെമറോയിഡ്സും ഉണ്ട്, എക്സ്റ്റേണൽ ഹെമറോയിഡ്സും ഉണ്ട്. ഇൻറ്റേർണൽ ഹെമറോയിഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ മലദ്വാരത്തിൻ്റെ അകത്ത് കാണപ്പെടുന്ന ഒരു എക്സ്ട്രാ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഒരു മാസിനെയാണ് ഇൻറ്റേർണൽ ഹെമറോയിഡ്സ് എന്ന് പറയുന്നത്. പക്ഷേ എക്സ്റ്റേണൽ ഹെമറോയിഡ്സ് എന്ന് പറയുമ്പോൾ മലദ്വാരത്തിൻ്റെ പുറത്തായിട്ട് ഒരു ദശ പോലെ വളരുന്നതിനെയാണ് എക്സ്റ്റേണൽ ഹെമറോയിഡ്സ് എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഹെമറോയിഡ്സ് ഉണ്ടാവുന്നത്? അതിൻ്റെ കാരണങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നിന്ന് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതായത് നമ്മുടെ ആ ഒരു ശരീരഭാരം ആ ഒരു ഗ്രാവിറ്റിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ആ വെസൽസിലേക്ക് ആ ഒരു ഗ്രാവിറ്റീൻ്റെ പ്രഷർ വരുന്നത് കാരണമാണ് നമുക്ക് ഇത്തരം സിംറ്റംസ് ഡെവലപ്പ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അമിത വണ്ണുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഓവർ വെയിറ്റ് ആയിട്ടുള്ള ആളുകൾക്കും ഇത്തരം ഹെമറോയിഡ്സിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കോൺസ്റ്റിപ്പേഷൻ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മലബന്ധം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അതിൻ്റെ ഇത് മൂലം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു റീസൺ ആണ് ഈ ഹെമറോയിഡ്സ് പ്രശ്നങ്ങളിലേക്ക് അത് ലീഡ് ചെയ്യുന്നത്. അതായത് നമ്മളെ മലം കുറച്ചുകൂടി കട്ടിയായി പോകുന്നു അല്ലെങ്കിൽ ഹാർഡായി പോകുന്ന പ്രശ്നങ്ങൾ കാരണമാണ് നമുക്ക് ഇത്തരം മുറിവുകളും അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു ഗ്രോത്ത് ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിലെ ജലാംശത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാലും അല്ലെങ്കിൽ വാട്ടർ ഇൻടേക്ക് എടുക്കുന്നത് നമ്മൾ റെഡ്യൂസ്ഡ് ആയി കഴിഞ്ഞാലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവും. അതേപോലെ നമ്മളെ ദഹന വ്യവസ്ഥ ടോട്ടലി ഡാമേജ്ഡ് ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊന്നും കൃത്യമായ അളവിൽ കഴിച്ചിട്ടില്ലെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. അതേപോലെ നിങ്ങൾ കൂടുതലായിട്ട് എന്തെങ്കിലും സ്പൈസി അല്ലെങ്കിൽ മസാലാസ് ചേർത്തിട്ടില്ലെങ്കിൽ ഓവർ എരിവേറിയ ഭക്ഷണങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഇങ്ങനെ എടുക്കുകയാണെങ്കിലും ആ ഒരു കാരണവും നമ്മളെ ഈ ഒരു ഹെമറോയിഡ്സ് വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. ഈ ഹെമറോയിഡ്സ് ഇന്ന് സ്ത്രീകളിലാവട്ടെ പുരുഷന്മാരിലാവട്ടെ ഓൾമോസ്റ്റ് 70% രണ്ട് ജെൻഡറിലും കോമൺലി കണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ കുറച്ചുകൂടി നോക്കുമ്പം സ്ത്രീകളിലാണ് പ്രഗ്നൻസിക്ക് ശേഷമൊക്കെ ആയിട്ട് സ്ത്രീകളിൽ ഇത്തരം ഹെമറോയിഡ്സിൻ്റെ പ്രശ്നങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. മലം പാസ് ചെയ്തു പോകുമ്പോൾ ഭയങ്കരമായിട്ട് വേദന അനുഭവപ്പെടുക, അതായത് നമ്മൾ കൂടുതലായിട്ടും സ്ട്രെയിൻ ചെയ്യേണ്ട ഒരു പ്രശ്നം വരുന്നു. അതായത് കുറേ നേരം നമ്മൾ ടോയ്ലറ്റിൽ പോയി ഇരിക്കേണ്ട ബുദ്ധിമുട്ടുണ്ടാവുന്നു. സ്റ്റൂള് ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ രക്തം വരുന്ന ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അതേപോലെ വേദന അനുഭവപ്പെടുന്നു, ഒരു സൂചി കുത്തുന്ന പോലത്തെ ഒരു വേദന ഉണ്ടാവുന്നു. അല്ലെങ്കിൽ നമ്മൾ ഒരു ഗ്ലാസ് പീസൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ മുകളിൽ കൈ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവുന്നു. എന്തോ ഒരു മുള്ളു കുത്തുന്ന പോലത്തെ ഒരു സെൻസേഷൻ ഉണ്ടാവുന്നു. ചില ആളുകൾക്ക് മലം പാസ് ചെയ്ത് പോകുമ്പം തന്നെ നല്ല ഡാർക്ക് റെഡിഷ് കളറിൽ രക്തം വരുന്നത് കാണാം. ചില ആളുകൾക്ക് ചൊറിച്ചിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, അതായത് മലദ്വാരത്തിന് ചുറ്റും ഒരു ചൊറിച്ചിൽ അനുഭവപ്പെടുന്നു. ഇത്തരം ലക്ഷണങ്ങളാണ് കോമൺലി ഇന്ന് ആളുകൾ ഹെമറോയിഡ്സിൻ്റെ കേസസിൽ വന്ന് പറയാറ്. പക്ഷേ ഇതിനെക്കാട്ടും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് ഒന്നും ആളുകൾ പറയാറില്ല. ഈ ഒരു സിംറ്റംസ് ആണല്ലോ മെയിൻലി ഓൾമോസ്റ്റ് എല്ലാവരിലും കണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിന് പല ഗ്രേഡുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഗ്രേഡ് 1 പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ ആനസ് റീജിയൻ അല്ലെങ്കിൽ മലദ്വാരം നോക്കുകയാണെങ്കിൽ ഈ ഒരു ഇൻറ്റേർണൽ ഹെമറോയിഡ്സ് ആവട്ടെ എക്സ്റ്റേണൽ ഹെമറോയിഡ്സ് ആവട്ടെ ആ ഒരു ഗ്രോത്ത് ഉണ്ടാകുമ്പം മലം നമ്മൾ ഈ ഒരു ഇതിലൂടെ പാസ് ചെയ്ത് പോയി അല്ലെങ്കിൽ ആനസിലൂടെ അല്ലെങ്കിൽ മലദ്വാരത്തിൻ്റെ ഉള്ളിലൂടെ മലം പാസ് ചെയ്ത് പോകുമ്പം ആ ഒരു ഗ്രോത്ത് പുറത്തേക്ക് ചാടി വരുന്നു.
മലം പോയി കഴിഞ്ഞ് അതേ ടൈമിൽ തന്നെ അത് റിവേർട്ട് ചെയ്ത് ഉള്ളിലേക്ക് തിരിച്ചു കയറുന്നു. അത് ഗ്രേഡ് 1 പറയപ്പെടാം. ഗ്രേഡ് 2 എന്ന് പറയുമ്പം ഇതേപോലെ തന്നെ മോഷൻ പാസ് ചെയ്തു അല്ലെങ്കിൽ സ്റ്റൂള് പാസ് ചെയ്ത് പോകുമ്പോൾ ആ ഒരു മാസ് പുറത്തോട്ട് വരുന്നു. പക്ഷേ അത് ഇൻവോളണ്ടറി ആയിട്ട് അത് തിരിച്ച് കയറി പോകുന്നില്ല. നമ്മൾ മാനുവലി അല്ലെങ്കിൽ നമ്മളെ കൈ കൊണ്ട് അത് ഇൻസേർട്ട് ചെയ്ത് ഉള്ളിലേക്ക് ആക്കേണ്ട ഒരു അവസ്ഥ വരുന്നു. അതാണ് ഗ്രേഡ് 2 എന്ന് പറയുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു മാസ് എന്ന് പറയുമ്പം ഏകദേശം ഒരു 2 to 3 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒരു 5 സെൻറ്റിമീറ്ററിൻ്റെ ആ ഒരു സൈസിലാണ് ആ ഒരു മാസിൻ്റെ ലെങ്ത്ത് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു മാസാണ് ഈ ഒരു ആനസിൽ നിന്ന് പുറത്തോട്ട് വരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഗ്രേഡ് 3 എന്ന് പറയുമ്പം ഈ ഒരു മാസ് മലത്തോടൊപ്പം തന്നെ പുറത്തോട്ട് വരുന്നു. അതായത് ഈ ഒരു എക്സ്ട്രാ ഗ്രോത്ത് പുറത്തോട്ട് വരുന്നു. പക്ഷേ ആ ഒരു മലം പാസ് ചെയ്ത് പോയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഉള്ളിലേക്ക് തിരികെ കയറ്റി കഴിഞ്ഞാലും അത് പിന്നെയും എക്സ്റ്റേണലി അത് റിവേർട്ട് ചെയ്ത് വരുന്നു. അത് ഗ്രേഡ് 3 എന്ന് പറയുന്നു. ഗ്രേഡ് 4 എത്തുമ്പോൾ ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു എക്സ്ട്രാ ഗ്രോത്ത് നമ്മുടെ ആ ഒരു ആനസിൻ്റെ പുറത്തായിട്ട് ജസ്റ്റ് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഒരവസ്ഥ വരുന്നു. അതാണ് ഗ്രേഡ് 4 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രേഡ് 4 അല്ലെങ്കിൽ ഗ്രേഡ് 3 ഒക്കെയാണ് നമ്മൾ ആ ഒരു സ്കാനിങ് റിപ്പോർട്ടിൽ അതിൽ കാണിക്കുന്നത്. അല്ലെങ്കിൽ ഗ്രേഡ് 3 ഹെമറോയിഡ്സ് അല്ലെങ്കിൽ ഗ്രേഡ് 2 ഹെമറോയിഡ്സ് ഒക്കെ ആ ഒരു സ്കാനിങ് റിപ്പോർട്ടിൽ എഴുതി കാണിക്കുന്നതിൻ്റെ ഒരു പത്തോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഹാർഡ് സ്റ്റൂൾസ് അല്ലെങ്കിൽ മലബന്ധമാണ് ഈ ഹെമറോയിഡ്സിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു. അതിൻ്റെ അതേപോലെ തന്നെ ഈ മലബന്ധം മൂലം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ മൂലം ആനൽ ഫിഷർ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. ആനൽ ഫിഷർ എന്ന് പറയുമ്പം മലദ്വാരത്തിൻ്റെ ചുറ്റുമായിട്ട് ഒരു നീർക്കെട്ട് അല്ലെങ്കിൽ ഒരു വിണ്ട് കയറുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ മുറിവ് വരുന്ന ഒരവസ്ഥയാണ് ഈ ആനൽ ഫിഷർ എന്ന് പറയുന്നത്. അത് ആൻറ്റീരിയറി കാണപ്പെടാം അല്ലെങ്കിൽ പോസ്റ്റീരിയർ ആയിട്ടും നമുക്ക് കാണപ്പെടാം ഈ ഒരു ആനൽ ഫിഷർ. ആനൽ ഫിഷർ തന്നെ ക്രോണിക് ഫിഷറും ഉണ്ട്, അക്യൂട്ട് ഫിഷറും ഉണ്ട്. അക്യൂട്ട് ഫിഷർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു വേദന അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു മുറിവിനെയാണ് അക്യൂട്ട് ഫിഷർ എന്ന് പറയുന്നത്. അതൊരു സൂപ്പർഫിഷ്യലി കാണപ്പെടുന്ന ഒന്നായിരിക്കാം. പക്ഷേ ഒരു ക്രോണിക് ഫിഷർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള അല്ലെങ്കിൽ ഗ്രാജുവലി പ്രോഗ്രസ് ചെയ്തിട്ടുള്ള ഒരു കണ്ടീഷനെയാണ് ക്രോണിക് ഫിഷർ അല്ലെങ്കിൽ ക്രോണിക് ആനൽ ഫിഷർ എന്ന് പറയപ്പെടുന്നത്. അപ്പം ഈ ഒരു ഫിഷർ വരാനുള്ള ഒരു റീസൺ എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ജലാംശം നഷ്ടപ്പെട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഫൈബർ കുറഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഓവർ മസാലാസ് ചേർത്തിട്ടുള്ള അല്ലെങ്കിൽ ഓവർ സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മളെ മലം ആ ഒരു കുടലിൽ കിടന്ന് കുറച്ചുകൂടി ഹാർഡാവും അല്ലെങ്കിൽ ജലാംശം മുഴുവൻ അതിൽ നിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് വലിച്ചെടുക്കപ്പെടുകയും അപ്പോൾ ആ ഒരു ഹാർഡ് സ്റ്റൂൾസ് ആ ഒരു ആനസിലൂടെ പാസ് ഔട്ട് ചെയ്ത് പോകുമ്പോഴാണ് ഇത്തരം വേദനകൾ അനുഭവപ്പെടുന്നത് അല്ലെങ്കിൽ രക്തം വരുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ രക്തക്കുഴലിൽ ഉണ്ടാവുന്ന ഒരു നീർക്കെട്ടിനെയാണ് ഈ ഹെമറോയിഡ്സ് അല്ലെങ്കിൽ വെരിക്കോസ് വെയിൻ എന്നൊക്കെ പറയപ്പെടുന്നത്. അപ്പം നമ്മുടെ ശരീരത്തിൽ ഈ നീർക്കെട്ടിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു മാനേജ്മെൻറ്റ് പാർട്ട് അല്ലെങ്കിൽ ഹെമറോയിഡ്സിന് ഒരു മാനേജ്മെൻറ്റ് പാർട്ട് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ചെയ്യാം ഒരു സിറ്റ്സ് ബാത്ത് ഫോളോ ചെയ്യാം. അത് ആനൽ ഫിഷറിനും അതേപോലെ തന്നെ ഹെമറോയിഡ്സിനും അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. സിറ്റ്സ് ബാത്ത് എന്ന് പറയുമ്പോൾ നമ്മളൊരു ബേസിൻ്റെ അകത്ത് കുറച്ച് ചൂടുള്ള വെള്ളം എടുക്കുക, അതിൻ്റെ അകത്ത് ജസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ റോക്ക് സാൾട്ട് ആഡ് ചെയ്യുക, എന്നിട്ട് ഒരു 10-15 മിനിറ്റ് നമ്മൾ അതിൻ്റെ അകത്ത് ഇരിക്കുക. ആ ഒരു ടൈമിങ്ങിൽ ആ ഒരു എന്തെങ്കിലും ഫിഷർ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഹീലാവാത്ത വൂണ്ട് ഉണ്ടെങ്കിൽ അതൊന്ന് ഹീൽ ചെയ്യപ്പെടും. അപ്പോൾ ഈ പ്രൊസീജിയർ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളൊരു 1 വീക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മുറിവ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉണങ്ങുന്നത് കാണാം. അതേപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും നീർക്കെട്ട് പ്രശ്നങ്ങളെ കുറയ്ക്കുന്ന ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതായത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. ആൻറ്റി ഇൻഫ്ലമേറ്ററി എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഒനിയൻ, അതേപോലെ തന്നെ മഞ്ഞൾ, വെളുത്തുള്ളി, അതേപോലെ തന്നെ ഗാർലിക്, ജിഞ്ചർ, ഇതൊക്കെ നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും നീർക്കെട്ട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ കുറയ്ക്കാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് കറുവാപ്പട്ട ഭക്ഷണങ്ങൾ എടുക്കാം. അതേപോലെ ആപ്പിൾ സിഡർ വിനെഗർ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അതേപോലെ ഗ്രീൻ ടീ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളെ ഫ്രീ റാഡിക്കൽസിനെ കുറയ്ക്കുന്നതാണ്. ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങളാണ്. അതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അധികം ചൂടേറിയിട്ടുള്ള അല്ലെങ്കിൽ ഓവർ എരിവേറിയ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പൂർണ്ണമായിട്ടും കട്ട് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ഫൈബർ അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ സോല്യബിൾ ആയിട്ടും ഇൻസോല്യബിൾ ആയിട്ടുള്ള ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഫൈബർ റിച്ച് ആയിട്ടുള്ള സോല്യബിൾ ഫൈബേഴ്സ് എന്ന് പറയുമ്പം ഓട്സ്, അതായത് നിങ്ങൾക്ക് റാഗി, അതേപോലെ തന്നെ ചാമയരി, മട്ടയരിയൊക്കെ ഇതിനകത്ത് സോല്യബിൾ ഫൈബേഴ്സ് ആണ്. ഇൻസോല്യബിൾ ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പം ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും നട്ട്സിലും ഒക്കെ കാണപ്പെടുന്നുണ്ട്. അതായത് ഓറഞ്ച്, മൊസമ്പി, അതേപോലെ തന്നെ ക്യാരറ്റ്, പൈനാപ്പിൾ, ഇതിനകത്തൊക്കെയാണ്
ഇൻസോല്യബിൾ ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ളത്. അതേപോലെ നിങ്ങൾക്ക് ജലാംശം നിലനിർത്തുന്ന രീതിയിലുള്ള ഫ്രൂട്ട്സ് ഐറ്റംസും എടുക്കുന്നതാണ്. അതേപോലെ ഡെയിലി ഒരു 10 to 12 ഗ്ലാസ് നിങ്ങൾ വെള്ളം കുടിക്കുന്നതും നല്ലതാണ്. അത് നമ്മൾ ആ ഒരു ദഹനത്തിൻ്റെ ആ ഒരു ഗട്ട് ഫ്ലോറ ഇമ്പ്രൂവ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു മലൊന്ന് ഹാർഡായിട്ടുള്ള കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും വെയിറ്റിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അമിത വണ്ണമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരു എക്സസൈസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഈ പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായ അളവിൽ ഒരു 1 month ത്രൂ ഔട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങളെ നമുക്ക് പൂർണ്ണമായിട്ടും റെഡ്യൂസ് ചെയ്യാവുന്നതാണ്. ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഒരുപാട് മെഡിസിൻസ് ഈ ഒരു ഹെമറോയിഡ്സിൻ്റെ കേസസിൽ അവൈലബിൾ ആണ്. അതായത് റെട്ടാനിയ, അലോസോക്രട്ടീന, അതേപോലെ തന്നെ ഏസ്കുലസ്, അങ്ങനെ നെക്സ്വോമിക്ക, സൾഫർ, അങ്ങനെ ഒരുപാട് മെഡിസിൻസ് ഈ ഒരു ട്രീറ്റ്മെൻറ്റിൽ നിന്ന് ഹോമിയോപ്പതിയിലും അവൈലബിൾ ആണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.